ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന അതിഥികൾ അത് രണ്ടുപേർ വൈൽഡ് കാർഡ് എൻട്രികൾ അതിഥികളായിട്ടൊക്കെ വരൂ, അതോ പോയ ഒനിയിൽ ചാരികയായിരിക്കോ തിരിച്ചു വരുന്നത്? അവരെ കൊണ്ടുവരണമെന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസിന്റെ വാതിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് നമുക്ക് 2 അതിഥികളുണ്ട്, നമുക്ക് അവരെ സ്വീകരിക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് കോരിത്തിരിച്ച് ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലെ ആൾക്കാർ. വാതിലിങ്ങനെ തുറക്കുന്നു, എല്ലാവരും ഓടി നമ്മുടെ കതവിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ വരുന്നു അകത്തേക്ക്. അപ്പൊ എല്ലാവരും വാവ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഇതാക്കാൻ ആരായിരിക്കും? കമന്റ് സെക്ഷനിലൊക്കെ പലതരത്തിലുള്ള കമന്റുകളാണ് ഉള്ളത്. നിങ്ങളെ കമന്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ പറയണമെന്ന് കാണണം. എനിക്ക് റോബോഡോഗ് ആകാനല്ലേ ചാൻസ് ഉള്ളത്? കാര്യം അതിഥിയല്ലേ. കഴിഞ്ഞ ആഴ്ച പേരിട്ടിട്ട് ഞാൻ വിചാരിച്ചു മൺഡേ തന്നെ കയറ്റുമായിരിക്കും എന്ന്. കഴിഞ്ഞ ആഴ്ച പേരിടൽ 11-ാം തീയതി വരെ നിങ്ങൾക്ക് പേരിടാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റോബോഡോഗിന്റെ ഒരു അറിവും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ റോബോഡോഗും പിന്നെ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരാളായിരിക്കും ഈ 2 അതിഥികൾ. കാര്യം ഒറ്റയ്ക്ക് റോബോഡോഗ് വരുമോ എനിക്കറിയില്ല കേട്ടോ. ഇനി ആ റോബോഡോഗും അതിൻ്റെ കൂടെയുള്ള ആളും ആയിരിക്കുമോ? അതോ ഡാർക്ക് റൂമിൽ കിടന്ന ശാരികയോ ഒനിയിലും ആയിരിക്കുമോ? പല ആൾക്കാരും പറയുന്നുണ്ട് അവർ ദയവ് ഇത് അവരെ തിരിച്ച് അതുവഴി അങ്ങ് കൊണ്ടുപോകാനാണ് പറയുന്നത്. കാര്യം അവർ പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ അല്ലെങ്കിൽ അവർ വരുന്നതിൽ വലിയ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു എക്സൈറ്റ്മെന്റോ ഒന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ആഴ്ച ആരെങ്കിലും ഔട്ടായാൽ അത് നല്ലതായിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ, ഔട്ടാവുന്നത് നന്ന കളിച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒനിയിലും ശാരികയും സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവർ തിരിച്ചും വരും, ഇവിടെ നിന്ന് നല്ല കളിക്കാർ ഔട്ടാവുകയും ചെയ്യും. അത് സത്യം പറഞ്ഞാൽ ഈ കളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടമാണ് അല്ലേ? അതൊരു മണ്ടത്തരമായി പോവും. അതായത് കാര്യം അല്ലേ, ഇവരെക്കാട്ടിയും കളിക്കുന്ന ആൾക്കാർ ഈ ആഴ്ച ഔട്ടായ എന്ത് ചെയ്യും? ഒനിയിലിനും ശാരികയെക്കാട്ടിയും കളിക്കുന്ന ആൾക്കാർ ഈ ആഴ്ച ഔട്ടാവുകയും ഒനിയിലും ശാരികയും തിരിച്ചു വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമായി പോയില്ലേ? അത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് വീക്കെൻഡ് എവിക്ഷൻ ആയാൽ പോരാ, മിഡ് വീക്ക് എവിക്ഷൻ ആക്കിയാൽ പോരായിരുന്നു എന്നൊക്കെ. കാര്യം ബിക്കോസ് നമുക്കിപ്പോൾ നല്ല കണ്ടന്റ് കൊടുക്കുന്ന നല്ലൊരു ഗെയിം പ്ലെയർ ആണ് ഔട്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ തിരിച്ചു വരണം. പക്ഷേ ഇത് ഇവർ രണ്ടുപേരും വലിയ കണ്ടന്റോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ഗെയിം പ്ലേ ഒനിയിലിൻ്റെതൊക്കെ ഇതിൽ കണ്ടതേ ഉള്ളൂ. ആ കലോത്സവത്തിലൊരു ഗെയിം കളിച്ചായിരുന്നു, അല്ലാണ്ട് അങ്ങനെ ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതായിട്ടൊന്നും എനിക്ക്. അതിനെക്കാട്ടി അവിടെ ഉള്ളവർ നന്നായിട്ട് ഇപ്പം നോമിനേഷനിൽ വന്ന ആൾക്കാർ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോമിനേഷനിൽ കിടക്കുന്ന ആൾക്കാർ അതിനെക്കാട്ടി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ഈ കിടക്കുന്ന ആൾക്കാർ. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അവർ കളിച്ച് തുടങ്ങുന്നുമുണ്ട് അല്ലേ? അപ്പം നോക്കാം നമുക്ക്. റോബോഡോഗ് ആയിരിക്കുമോ അതോ വൈൽഡ് കാർഡ് ആവാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിഥികൾ എന്നാണ് പറയുന്നത്. അതിഥികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ നിന്നിട്ട് പോകുന്നവരാണല്ലോ. അപ്പോൾ റോബോഡോഗ് ആവാൻ ചാൻസ് കേട്ടോ കൂടുതലും. അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ വരേക്കും ബൈ.